സ്നേഹത്തിൻ പൂനിലാവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. അതായത് ട്രീസ ചേച്ചിയുടെ സാക്ഷ്യത്തിലുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെബ്രായർ 10:36 ഹെബ്രായർ 10:34 എന്താ പറയണത്? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അതാണ് സംഭവം. ഇപ്പം ചില സമയത്ത് ഈ സഹനശക്തി നമുക്ക് ആവശ്യമായത് കൊണ്ടാണ് ദൈവം നമുക്ക് തരുന്നത്. അത് ചിലർ ചോദിക്കുകയെ, ഇപ്പം ഞാൻ ദിവസവും പള്ളി പോകണ്ടല്ലോ, ദിവ്യകുർബാന കൂടുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ. പക്ഷെ എന്താ പ്രശ്നം? വാഗ്ദാനം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ വാഗ്ദാനത്തിൽ എന്തെല്ലാം ഉണ്ട്? ഇപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനം ശരീരത്തിൽ പ്രാപിക്കുന്നത് സൗഖ്യം, ദൈവത്തിൻ്റെ വാഗ്ദാനം ജീവിത മണ്ഡലങ്ങൾ പ്രാപിക്കുന്നത് അനുഗ്രഹം, അതാണ് ഈ വസ്തു വിൽപ്പന, വിവാഹം, വീട് ഒക്കെ വരും. ദൈവത്തിൻ്റെ വാഗ്ദാനം ആത്മാവിൽ പ്രാപിക്കുന്ന കൃപ, നിത്യത വരെ. അപ്പോൾ വാഗ്ദാനം ഒരു മനുഷ്യന് പലതരത്തിൽ പ്രാപിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ ഒന്നൊരു വായിച്ചോളൂ, 10:36 ഹെബ്രായ ലേഖനത്തിലെ സ്തുതികട്ടെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ഇത് വിഷയം വെച്ചാൽ ചില വാഗ്ദാനങ്ങൾ പ്രാപിക്കണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ ജനറേറ്റ് ചെയ്യണം. എനിക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയാറുണ്ടോ, ഇപ്പോൾ ഈ ആംപ്ലിഫൈ, ഞാൻ എൻ്റെ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യണം ഇപ്പം അല്ലേ. നിങ്ങൾ സൗണ്ട് ബോക്സിൽ നിങ്ങളത് റിസീവ് ചെയ്യുന്നു അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ നിങ്ങൾ കേൾക്കുന്നു. അതിനൊക്കെ സിംഗിൾ ഫേസ് മതിയാവും. പക്ഷെ നമുക്കൊരു തടി മില്ലിന് തടി ഇറക്കണമെന്നുണ്ടെങ്കിൽ ഈ കറണ്ട് പോരാ, ത്രിപിൾ ഫേസ് വേണം. അതാണ് പ്രശ്നം. ഇതുപോലെ വലിയ വാഗ്ദാനം, ചെറിയ വാഗ്ദാനത്തിനൊക്കെ ഇതുപോലെയുള്ള അത്യാവശ്യം നവേനയും പ്രാർത്ഥനയൊക്കെ അങ്ങനെയൊക്കെ മതിയാവും. പക്ഷേ നിത്യത പോലെയുള്ള, ചുമ്മാ നിത്യത കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വന്നിരിക്കുന്നത് 10:10 യോഹന്നാന്റെ സുവിശേഷം എന്താ പറയണത്? ഞാൻ വന്നിരിക്കുന്നത്, പറഞ്ഞോളൂ, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും. അപ്പൊ A+++ ആണ് സംഭവം, അല്ലാതെ B+ അല്ല. B+ ആയിരുന്നെങ്കിലേ അവരിങ്ങനെ തുണിയെ ഇല്ലാതെ കുരിശേക്കരി ഒരു വ്രണമാകേണ്ട ആവശ്യമില്ലായിരുന്നു. And you will be rejected by no means. എന്താ കർത്താവ് പറയണത്? ഇപ്പോഴേ നീ കൃപ സമർത്ഥമാക്കുന്നില്ലെങ്കിൽ നീ B+ നിൽക്കും. B+ കർത്താവിന് വേണ്ടെന്നാണ് പറയണത്. എന്താ കാര്യം? യോഹന്നാൻ 10:10 കാര്യം എന്താണ്? ഞാൻ വന്നിരിക്കണത്, പറഞ്ഞോളൂ, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും. അപ്പൊ ജീവൻ സമർത്ഥിയായാലും പിന്നെ യേശു വരേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ വിഷയം വരണത്. സാധാരണ കൃപകളൊക്കെ പഴയ നിയമത്തിൽ അത്യാവശ്യം കിട്ടുമായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ യേശു വന്നിരിക്കുന്നത് എന്തിനാണ്? കൃപ സമർത്ഥമാകാൻ വേണ്ടിയാണ്. ഈ ഒരു ബോധം, ഇതൊരു ബോധമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ ആധ്യാത്മികത എന്ന് പറയുന്ന ഒരു ബോധമാണ്. ബോധം മാത്രമല്ല, ഒരു ബോധ്യം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ബോധ്യം കാര്യം ഇത് ക്രമേണ വളർന്നു വരണതാണ്. ഇപ്പോൾ നടപടി പുസ്തകത്തിൽ ഉദാഹരണത്തിന് നടപടി പുസ്തകത്തിന് 15:21 വായിച്ചേ. നടപടി പുസ്തകം 15:23 ശ്രുതികട്ടെ.
നടപടി പുസ്തകം 15:23 വായിച്ചോളൂ. അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ അന്ത്യോക്യയിലെയും സിറിയയിലെയും കിലിക്കിയയിലെയും വിജാതിയരുടെ നിന്നുള്ള സഹോദരനുമായ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ. ചേർന്ന് പാടാം. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അളവില്ലാത്ത നിൻ കൃപമതി, കൃപമതി, കൃപമതി. സ്തോത്രം, യേശുവേ. അളവില്ലാത്ത നിൻ കൃപമതി. റോമാലേഖനം 4:21. റോമാലേഖനം 4:21. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അപ്പൊ ചില വാഗ്ദാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിത്യത എന്ന് പറയുന്ന വാഗ്ദാനമില്ലേ, ആ നിത്യത എന്ന വാഗ്ദാനം നിറവേറ്റണമെങ്കിൽ നമുക്ക് എന്നാ വേണം? നമുക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ടാകണം. മനസ്സിലായില്ലേ? ഭാഗികമായ ബോധ്യം ഉണ്ടായ പോരാ. ഈ പൂർണ്ണ ബോധ്യം നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഹെബ്രായർ 10:36 അനുസരിച്ചാണ്. എന്താണ് ഹെബ്രായർ 10:36 അനുസരിച്ച്? അത് കട്ടതയുടെ ഒരു കണ്ടന്റ് അതിനകത്തുണ്ടാകും. അപ്പം ഇങ്ങനെ പറയണമെന്നറിയാമോ? നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കുറേ വാഗ്വാദങ്ങൾ നടത്തി പൊട്ടൻ ക്രിസ്ത്യാനിയായിട്ട് കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ എപ്പോഴും പറയും ഞാൻ എൻ്റെ കൂട്ടുകാരത്തിൽ ഉടമ്പടി എടുത്തിട്ടില്ല, അവളെ ദുഃഖവെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോയി ഞാൻ അങ്ങനെ ഇട്ടില്ല, പക്ഷേ അവളെല്ലാം 8 ദിവസം പോകാതെ അവൾ കാനഡയ്ക്ക് പോയി. ഞാനിതെല്ലാം ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകും, എല്ലാ ദിനംബന്ധന പള്ളിയിൽ പോകും, കർത്താവ് കുടുംബപ്രാർത്ഥന നടക്കും, പക്ഷേ എൻ്റെ കാര്യത്തിനൊരു തീരുമാനമില്ല. ഇങ്ങനെ ഭൗതികമായ നക്കാപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് ദൈവമായിട്ട് ഗുസ്തി നടത്തും. അവിടെയാണ് കുഴപ്പം വരുന്നത്. ദൈവമായിട്ട് ഗുസ്തി നടത്തുന്ന അനുസരിച്ച് കൊണ്ട് എന്താ സംഭവിക്കാൻ പോണത്? പണ്ടൊരു ഗുസ്തി നടത്തിയിരുന്നില്ല യാക്കോബ്, അല്ലേ? ദൈവമായിട്ട് ഗുസ്തി നടത്തി അവസാനം എളി ഉളുക്കാൻ കൊള്ളാവുന്നല്ലാതെ ദൈവമായിട്ടുള്ള ബന്ധം മുടന്തം ക്രിസ്ത്യാനിയായിട്ട് മാറും വിശ്വാസത്തിൽ. എന്താ കാര്യം? ഈ കാനഡയിൽ പോണത് കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നീ കാനഡയിൽ പോകാൻ വേണ്ടിയാണ്, കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നിൻ്റെ ചിട്ടി വീഴാൻ വേണ്ടിയാണ്. ഇതൊന്നുമല്ല, നിത്യതയാണ് വിഷയം. അപ്പോൾ നിത്യത നിനക്ക് അസൈൻ ചെയ്യുമ്പോൾ നീ എന്നോട് പറയാൻ അഡ്വാൻസ് ചെയ്യാൻ പറയും. അതാണ് വിഷയം എന്നത്. നിത്യത നീ ഇപ്പം അഡ്വാൻസ് കൂടുതൽ ചോദിക്കും ചില. ഇപ്പം നമ്മൾ ഒരു 4 സെൻറ്റ് സ്ഥലം മതി, അപ്പോൾ 8 ലക്ഷം രൂപ എന്ന് വിചാരിച്ചോ. അഡ്വാൻസ് നീ എന്ത് കൊടുക്കും? 2 ലക്ഷം രൂപ. 4 സെൻറ്റ് സ്ഥലം മതി നിനക്ക്, അപ്പോൾ 8 ലക്ഷം രൂപ. നീ അഡ്വാൻസ് എന്ത് കൊടുക്കും? 2 ലക്ഷം രൂപ. പക്ഷേ നിനക്ക് 40 സെൻറ്റ് സ്ഥലം വേണം. 40 സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ എന്ത് ചെയ്യും? 8 ലക്ഷത്തിന് 80 ലക്ഷം രൂപ വേണം. അപ്പോൾ എന്ത് ചെയ്യണം? 10 ലക്ഷം അഡ്വാൻസ് കൊടുക്കണം. അവിടെയാണ് വിഷയം വരുന്നത്. നിങ്ങളുടെയൊക്കെ ഇപ്പം മറ്റു ട്രീസാടെ വിഷയം എന്താണ്? അവർ അഡ്വാൻസ് കൂടുതൽ കൊടുത്തിരിക്കണം. 38 കൊല്ലം രക്തസ്രാവം കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് ഈ ചെടുത്ത് പറയവേ, ഞാനേ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് സ്റ്റെപ്പ് കയറണം, പക്ഷേ എൻ്റെ ഈ യൂട്രസ് ഇറക്കണ കാരണം എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ഓരോ സ്റ്റെപ്പും കയറും വിശ്വാസപ്രമാണ ചൊല്ലി കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട്. എന്നാത്തിനാണ് സ്റ്റെപ്പ് കയറണത്? കർത്താവിനെ കാണാൻ വേണ്ടി. കോവിഡാണെന്ന് പറഞ്ഞ് ഞായറാഴ്ച കുർബാന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഓൺലൈനാണെന്ന് പറഞ്ഞപ്പോൾ ചുരുണ്ടുമുടി കിടന്ന പാർട്ടിയാണ്. ഒരു 90% ക്രിസ്ത്യാനിൻ്റെ കാര്യത്തിൽ കോവിഡ് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ നല്ലത് കാര്യം. കള്ളൻ ആരാണ്, വെള്ളി ഏതാണെന്ന് ഇപ്പോൾ ഈശോക്ക് മനസ്സിലായി. കോവിഡ് കാലത്ത് നീ എന്ത് ചെയ്തു? നിൻ്റെ കുമ്പസാരം എന്തുമാത്രം നീണ്ടു? നീ ഇപ്പോഴും കുമ്പസാരിച്ചിട്ടില്ലേ? കോവിഡിൻ്റെ കാര്യവും പറഞ്ഞ് കുമ്പസാരം നീട്ടിക്കൊണ്ട് നിൻ്റെ വിശുദ്ധീകരണം. ഈ ഒരു കാലമാണ് നിൻ്റെ
പ്രതിസന്ധി എന്ന് പറയുന്നത്. വിശ്വാസത്തിന് യു മസ്റ്റ് പേ. ഇന്ന് പണ്ടത്തെ പോലെ ഈസി അല്ല. നിനക്ക് വിശ്വസിക്കണമെങ്കിൽ സഭയിലുണ്ടാകുന്ന പല വിഷയങ്ങളും അതിനെ അതിജീവിച്ചുകൊണ്ട് നീ വിശ്വസിക്കണം. കാരണം എന്താണ്? നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ലെറ്റ് ദം ഗോ എന്ന് ഈശോ പറഞ്ഞ ആരോടാണ് പറഞ്ഞത്? പത്രോസിനെക്കുറിച്ചും അന്ത്രയോസിനെക്കുറിച്ചും ഒക്കെയാണ് ഈശോ പറഞ്ഞത്. ആരോട് പറഞ്ഞത്? പട്ടാളക്കാരോട് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്നും. ചില ആൾക്കാർ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ജീവിതം കണ്ടതിന് ശേഷം അതിന് ചില ഉണ്ടായിട്ട് കർത്താവിൽ നിന്ന് മാറാതിരിക്കുന്ന അയ്യോ പാപി അന്നാട് പൊടി ക്രിസ്ത്യാനിയുണ്ട്. അവൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കോവിഡ് വന്നതോടുകൂടി നീ ആരാണെന്നുള്ളത് ഓൾറെഡി റെക്കോർഡായിപ്പോയി. ഇത് നീ അങ്ങനെയല്ല കർത്താവ്, ഞാൻ ഇങ്ങനെയാണ് കർത്താവ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല കർത്താവ്, ഇങ്ങനെ ഉദ്ദേശിച്ചു വെച്ചാൽ കേരള സഭയിലാണെങ്കിൽ 100,000 പ്രശ്നവും. നിന്നെ വിശ്വാസത്തിൽ കൂട്ടാൻ പറ്റുന്ന വിഷയങ്ങളെക്കാൾ ഉപരി നിന്നെ വിശ്വാസത്തിൽ കളയാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആരുണ്ടാക്കിയതാണ്? കർത്താവിൽ അവൻ ആരുണ്ടാക്കാനാണ്? അതായത് എൻ്റെ വിശ്വമുറം അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ വിശ്വമുറം അവൻ കയ്യിൽ നിന്ന് കളഞ്ഞിട്ടില്ല. ഇപ്പോഴും യോഹന്നാൻ മാന്താന എന്താ ചെയ്തത്? യോഹന്നാൻ മാന്താന ഈശോനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പറഞ്ഞത് വീശുമുറ അവൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? അവൻ വീശുമുറ ഇപ്പോഴും കളഞ്ഞിട്ടില്ല. അവൻ എല്ലാ സമയത്തും വീശിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിൻ്റെ ഒരു വീശൽ കഴിഞ്ഞു, അഭയ കേസിൻ്റെ വേറെ വീശൽ കഴിഞ്ഞു, അനുശേഷം ഫ്രാങ്കോ പിതാവിൻ്റെ വീശൽ കഴിഞ്ഞു. ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. പതിരെവിടെ വീഴുന്നു? പറന്നുപോയി. പതിര് ക്രിസ്ത്യാനികൾ പറന്നു പോയില്ലേ? അവൻ പള്ളിപ്പോലും അവനെ കാണാനില്ലല്ലോ. കതിര് കൂടെ നിൽക്കുന്നു. ശ്രുതികട്ടെ ശ്രുതികട്ടെ സ്തോത്രം. എന്നെന്നും യേശുവേ ആരാധന. സ്നേഹത്തിൻ പൂനിലാവേ ആരാധന. നടപടി റോമാലേഖനം 15:23. ശ്രദ്ധിക്കട്ടെ. റോമാലേഖനം 15:23 വായിച്ചോളൂ. ഇപ്പോഴാകട്ടെ എനിക്ക് ഈ പ്രദേശങ്ങളിൽ പ്രവർത്തനത്തിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. നിങ്ങളുടെ അടുക്കൽ ഇതാരാണെന്ന് പറയണമെന്നറിയാം? പൗലോസ് അപ്പോസ്തലനാണ്. എവിടെ വെച്ചാൽ പറയണത്? കൊറിന്ത്യസിൽ എഴുതി പറയുന്നത്. ആരോടാ പറയണത്? റോമക്കാർ പറയുന്നത്. എന്താ കാര്യം? പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു ബോധ്യമാണത്. എന്താണ്? കൊറിന്ത്യസോട് പറയുകയാണ്, എനിക്കിപ്പോഴേ ഇവിടെ പ്രവർത്തിക്കാൻ വലിയ സാധ്യതയൊന്നുമില്ല എന്ന് പറയും. ഇല്ലേ? ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊരു ബോധമാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നതും ബോധവും ബോധ്യത്തിൻ്റെയും വളർച്ചയാണ്. നിനക്കിപ്പം 45 വയസ്സുണ്ടെങ്കിൽ 45 വയസ്സിൻ്റെ ഒരു വളർച്ച കാണിക്കണം. പല വിശ്വാസിക്കും സംഭവിച്ചിരിക്കണം ഇതാണ്. ഭയങ്കര വയസ്സൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യ കുർബാനയൊക്കെ പാടുന്ന എന്ത് വിശ്വാസം ഉണ്ടായിരുന്നു, അതേ ഇപ്പോഴുള്ളൂ വിശ്വാസത്തിൽ. ഇത് ഒരു വളർച്ചയാണ്. ശരിക്കും കർത്താവ് നമ്മൾ വളരാൻ വേണ്ടി ഇങ്ങനെ ഓരോ സംഭവം. കോവിഡ് കഴിയുമ്പോൾ വേറൊരു സാധനം വരും. പള്ളി പോലും കയറാൻ പറ്റാത്തൊരു കാലം കടന്നു പോവുകയാണ്. പക്ഷെ നീ കയറിയോ? ചില ആൾക്കാരൊക്കെ വന്നിട്ടേ, ഞാൻ പൊങ്കാവ് പള്ളിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട്, ഒരു മനുഷ്യൻ പള്ളി അടച്ചിട്ടിരിക്കുകയും എല്ലാ ദിവസവും വന്ന പള്ളിയുടെ വാതിക്ക് അടഞ്ഞു കിടക്കുന്ന പള്ളിയുടെ അകത്തേക്ക് മനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് പോകും. ഏത് കോവിഡ് വന്നാലും ആലയം അടച്ചാലും ആ മനുഷ്യൻ്റെ മനസ്സ് അടഞ്ഞിട്ടില്ല. അവൻ കർത്താവിൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. ഇങ്ങനെയുള്ള വാതിലടക്കലായിട്ടുള്ള കാലം വാതിലടക്കുകയാണ്. അടക്കുമ്പോഴൊക്കെ ഇത് എന്താ ചെയ്യാൻ? ആരെയാണ് ഇത് ലക്ഷ്യം വെക്കണത്? പതിരേതാണ്, കതിരേതാണ്? പ്രഭോ അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? ഞങ്ങൾ കളകൾ പറിച്ചു കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, നിൽക്കട്ടെ. എവിടെയാണ്? കൊയ്ത്ത് വരെ നിൽക്കട്ടെ. കൊയ്ത്ത് കാലമാകുമ്പോഴും ഞാൻ പറയും,
ആദ്യം നിങ്ങൾ കളകളെല്ലാം കെട്ടുകെട്ടായി ശേഖരിക്കുവിൻ, കതിരുകൾ എൻ്റെ അറപ്പുറയിൽ ശേഖരിക്കുവിൻ. അപ്പം കതിരും പതിരും കളയും വിളയും എപ്പോഴും വിഷയമാണ്. അതുകൊണ്ട് കോവിഡ് കഴിയുമ്പോൾ വേറൊരു അസുഖം വരും, അല്ലെങ്കിൽ സഭയിലൊരു പാഷാണ്ഡത വരും, അല്ലെങ്കിൽ സ്കാനിങ് വരും, ഒരു സ്കാം വരും. ഇങ്ങനെയൊക്കെ ഓരോ സംഭവത്തിലൂടെ ഉണ്ടാകുന്ന വിഷമുറങ്ങളിലൂടെ ഈ മനുഷ്യൻ ദൈവത്തിനുള്ളവനാണെങ്കിൽ മോശ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാലമുണ്ട്. 40 ദിവസത്തെ ആബ്സൻസിന് ശേഷം 40 ദിവസമാണ് മോശ ഭൂമിയിലില്ലാഞ്ഞത്. സീനായ് മലമുകളിലായിരുന്നത്, കർത്താവിൻ്റെ കൂടെയായിരുന്നത്. ഇറങ്ങി വരുമ്പോൾ എന്ത് പറ്റി? മോസസ് ഏറ്റവും വിശ്വസിച്ചിരുന്നവനാണ് അഹറോൻ, പുരോഹിത ശ്രേഷ്ഠൻ. അഹറോൻ എല്ലാവരും കൂടി അഹറോനെ പൊതിഞ്ഞിട്ട് പറയും, ഞങ്ങൾക്ക് കാളക്കൂട്ടി ഉണ്ടാക്കി തരാൻ പറയും. അപ്പം അഹ്റോൻ ഇവിടേക്ക് സ്വർണ്ണം വാങ്ങിച്ചിട്ട് കാളക്കൂട്ടി ഉണ്ടാക്കും. അപ്പോൾ മോസസ് ഇതാണ് കാണുന്നത്. അപ്പം മോസസ് അവിടെ തുള്ളണം തുള്ളാത്തതൊന്നുമല്ല പ്രശ്നം. മോസസ് പറയുന്ന വാക്കുണ്ട്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. ദൈവത്തെ കർത്താവെന്ന് വിചാരിക്കുന്നവനും വിശ്വസിക്കുന്നവനും മാറി നിൽക്കാൻ പറയും. എന്തിനാ കാര്യം? അത് പേറ്റലാണ്. ഒരു കോവിഡ് വരുമ്പോൾ കർത്താവിനുള്ളവർ മാറി നിൽക്കാൻ പറയുകയാണ്. നിൻ്റെ കുടുംബത്തിൽ സാമ്പത്തിക തകർച്ച വരുമ്പോൾ ദൈവത്തിനുള്ളത് മാറി നിൽക്കാൻ പറയുകയാണ്. അപ്പം നീ ഇത്രയും നാൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളല്ല. കാര്യം എന്താ? ഒരു ഇഷ്യൂവിനെ താങ്ങാൻ അതൊന്നും പറ്റണില്ല. എൻ്റെ ദൈവത്തിലെ നീ വേദനിക്കാനോ വിഷമിക്കാനോ എന്നല്ല ഞാൻ പറയണത്. തെറ്റുണ്ടെങ്കിൽ നീ ദാവീദിനെ പോലെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. എന്താ കാര്യം? തെറ്റിപ്പോയി, പക്ഷേ അങ്ങയുടെ തിരുസന്നിധി നിന്നെ തള്ളിക്കളയരുത്. ദാവീദ് എന്തെല്ലാമാണ് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്താണ്? പരിഭാവനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ഏറ്റവും വലിയ ഒരു കാലത്ത് ദൈവം എന്തുമാത്രം സ്നേഹിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ അബദ്ധങ്ങൾ പറ്റി. സാഹചര്യം വന്നപ്പോൾ റീഡ് ചെയ്യാൻ പറ്റിയില്ല. സാഹചര്യം വന്നപ്പോഴേ റീഡ് ചെയ്യാൻ പറ്റിയില്ല, അബദ്ധത്തിൽ വീണു. പക്ഷെ ദാവീദ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തെറ്റുപറ്റി, പക്ഷേ എന്നെ തള്ളിക്കളയരുത്. പിന്നെ എന്ത് ചെയ്യണം? അങ്ങനെ പരിപാവനെ എന്നിൽ നിന്ന് തിരികെ വിളിക്കരുത്, പരിശുദ്ധാത്മാവിനെ. ഒരു പക്ഷേ എൻ്റെ ദൈവത്തിൽ എൻ്റെ ധ്യാനം ഈ ശുശ്രൂഷ കേൾക്കുമ്പോഴേ നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാലം ഉണ്ടെന്ന് വിചാരിച്ചോ, നീ ഇത്രയും പറഞ്ഞാൽ മതി, കർത്താവെ അറിയാണ്ട് തെറ്റുപറ്റിപ്പോയി. ദാവീദിനെപ്പോലെ ഞാൻ കരഞ്ഞു പറയുന്നു, ഇനി എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ തിരിച്ചു വിളിക്കരുത്. അതുപോലെ തന്നെ കർത്താവെ, നീ എന്നിൽ നിന്ന്, നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേ അറിഞ്ഞംഗീകരിച്ച് പറയേണ്ട കാലങ്ങളിൽ അത് ചെയ്യാൻ കഴിയാതെ പലപ്പോഴും ഞാൻ നിന്റെ വഴിയെ എന്റെ ബോധ്യങ്ങളുടെ വഴിയെ എന്റെ സഹപ്രവർത്തകരുടെ എന്റെ പ്രസ്ഥാനങ്ങളുടെ വഴിയെ അങ്ങേ മറന്നു പോയിട്ടുണ്ട്. ദാവീദിനെ പോലെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ തള്ളിക്കളയരുത്. കർത്താവേ, ഹല്ലേലൂയ. സങ്കീർത്തനം 51 പ്രാർത്ഥിക്കുന്നു ഈശോയെ. യേശുവേ ആരാധന. പരിപാവനനേ എന്നിൽ നിന്നും തിരികെ എടുക്കരുതെൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ ധർമ്മിച്ചരുളുക നാഥാ. ധീരായൊരു മാനസം തീർത്തരുൾ എന്നിൽ ദേവാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ അഭിഷേകത്തിൻ്റെ നിറവിലെ
ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേലും ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ഉടമ്പടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ ആരാധന നിമിഷം അനേകം മക്കളെ കർത്താവ് നിങ്ങൾക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വേദനകളെയും ഭാരങ്ങളെയും രോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഇപ്പോൾ ഈശോ ഏറ്റെടുക്കാം. നിങ്ങൾ സന്തോഷത്തോടു കൂടി ആണ് ഇപ്പോഴേ കർത്താവിന് തിരുസന്നിധിയിൽ ചെലവഴിക്കേണ്ടത്. അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് നല്ല അഭിഷേകമുള്ള വചനങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛന് ആരെയാണ് കർത്താവ് സ്പർശിക്കുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കണം. കടങ്ങൾ കയറി മുടിഞ്ഞവരും ഭാരമുള്ളവരും ജീവിതത്തിൽ എരിവെയിലത്ത് നിൽക്കുന്ന പോലെയുള്ള അനുഭവമുള്ളവരും ഒക്കെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു മനുഷ്യനോട് ഞാൻ പറയുകയാണ്, അതായത് കർത്താവ് ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്, ഞാൻ നിന്നെ ഒരു കാരണവശാലും നിന്നെ തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞ വചനത്തിൽ വേണം നിങ്ങൾ വിശ്വസിക്കാൻ. പ്രത്യേകിച്ച് ഹെബ്രായ ലേഖനം 13:5 അറ്റ് എനി കോസ്റ്റ്, ഒരു കാരണവശാലും. ഒരു പക്ഷേ നിന്റെ പാസ്റ്റ് ലൈഫ് കർത്താവിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത ജീവിതമായിരിക്കും. ബട്ട് ഡോണ്ട് മൈൻഡ് അബൌട്ട്, ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. എന്താ കാര്യം? എന്താ? കർത്താവ് പറഞ്ഞൊരു ഒറ്റ വാക്കാണ്. എന്താണ്? മകളെ, കഴിഞ്ഞ കാലങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ച് കാണും, പക്ഷേ ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്, മേലിൽ നീ അത് ചെയ്യരുതെന്ന് മാത്രമേ ഈശോ പറഞ്ഞുള്ളൂ. അങ്ങനെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പട്ടാങ്ങിയായിട്ട് കട്ടായം പറയണം, കർത്താവെ, മേലിൽ ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചു കൊള്ളാം, അങ്ങയ്ക്ക് വേണ്ടി അങ്ങയ്ക്ക് വേണ്ടി ഞാൻ സാക്ഷ്യമായി ജീവിച്ചു കൊള്ളാം. പ്രാർത്ഥിക്കുക, കർത്താവേ, മേലിൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം. കർത്താവേ, അപസ്മാര രോഗിയുടെ പിതാവിനെ പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 9:22 മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. എന്റെ കർത്താവേ, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലത്തുകരം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ആണിപ്പെടുതാർന്ന അത്ഭുതകരം ശരീരം പൊള്ളുന്നവരിലെ, അസ്ഥി പൊള്ളുന്നവരിലെ, രോഗികളിലെ, കരൾ രോഗികളിലെ, കർത്താവേ, ഹൃദയം നൊമ്പരം അനുഭവിക്കുന്നവരിലെ, ഹൃദയത്തിൽ ബ്ലോക്ക് ഉള്ളവരിലെ, തൈറോയ്ഡ് രോഗികളിലെ, ടോൺസിൽ രോഗികളിലെ, സ്പോണ്ടിലോസിസ് രോഗികളിലെ, തലച്ചോറിന് രോഗമുള്ളവരിലെ, കർത്താവിന്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങളെ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. തീരാരോഗികളെ സുഖപ്പെടുത്തും നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ, ഞങ്ങളെ സാക്ഷികളായി സുഖമായി എന്റെ ഉള്ളം യേശുവേ ആരാധന. സദയം നന്ദി. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും ഞങ്ങളെ സുഖപ്പെടുന്നതേ പറയും. നന്ദി. അരികിൽ വരണമേ.
സദയം തൊടേണേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, അടിവയറ്റിൽ വേദനയുള്ളവരെ അടിവയറ്റ് കൈവെക്കുക. യൂട്രസിന് വേദനയുള്ളവരെ, യൂട്രസിൽ സിസ്റ്റ് ഉള്ളവരെ, ഗർഭാശയത്തിന് അതുപോലെ മിസ് പ്രഗ്നൻസി സംഭവിച്ചിട്ടുള്ളവരെ, അതായത് ട്യൂബിൽ ഗർഭം ധരിച്ചിരിക്കുന്നവരെ, ഇതുവരെ മക്കളില്ലാത്തവരെ എല്ലാം അടിവയറ്റ് കൈവെക്കട്ടെ. ഈ ആരാധനയിൽ കർത്താവ് നിന്നെ സ്പർശിക്കാം. അതുപോലെ തന്നെ പിസ്റ്റുല രോഗികൾ, പിസിഒഡി രോഗികൾ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. തിരുരക്തത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന. ഈശോ കിഡ്നി രോഗികളെ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. വെർട്ടിബ്രൽ ഡിസ്ലൊക്കേറ്റ് ആയിട്ടുള്ളവരുണ്ട്. നടുവിലിന് ഡിസ്ലൊക്കേഷൻ സംഭവിച്ചവര്, അതിന്റെ കശേരികൾ തെറ്റിക്കിടക്കുന്നവര്, കൊടിയ വേദന അനുഭവിക്കുന്നവര്, കമന്ന് കിടക്കാൻ പറ്റാത്തവര്, അവര് നടുവിനെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശരീരത്തിൽ മുഴ ഉള്ളവരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. കക്ഷത്തിന് താഴെയൊക്കെ മുഴ വന്നിട്ട് നിൽക്കുന്നവരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവരെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികള്, ഹൃദയത്തിൻ്റെ രോഗികള്, പതിരയുടെ ശ്വാസകോശങ്ങളിൽ പതിരയിൽ എപ്പോഴും സജ്ജലമായിരിക്കുന്നവരെ, എപ്പോഴും ശ്വാസതടസ്സമുള്ളവരെ, കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശ രോഗികളുടെ ശ്വാസകോശങ്ങളെ അങ്ങ് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോ തൊണ്ടയെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശ്വാസകോശങ്ങളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹൃദയത്തെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. നടുവ് രോഗികളെ കർത്താവേ, കിഡ്നി രോഗികളെ കർത്താവേ, പാങ്ക്രിയാസിന് അസുഖമുള്ളവരെ, ഷുഗർ രോഗികളെ, യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങൾ സൗഖ്യമാക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. സ്തോത്രം കർത്താവേ, നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അരികിൽ വരണമേ, ഭക്തിയോടെ യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ജീസസ്, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ നന്ദി കർത്താവേ, സൗഖ്യത്തിന് നന്ദി കർത്താവേ, സ്പർശിച്ച് നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ സാക്ഷികളായി മാറ്റണമേ. യേശുവേ ആരാധന. അരികിൽ വരയണമേ. കർത്താവ് പൂട്ടിക്കിടക്കുന്ന കുറെ കടകളെയും കമ്പോളങ്ങളെയും കാണിക്കുന്നുണ്ട്. കടകള്, പിടിക്കടകള്, അല്ലെങ്കിൽ മേക്കപ്പ് സ്റ്റോറുകൾ, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, നിന്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലെ വരുമാനത്തിന് വേണ്ടി നീ ഉപയോഗിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിക്കിടക്കണ എല്ലാം കർത്താവ് ഫെബ്രുവരി 26 മുതൽ 29 വരെയുള്ള ദിവസമാണ്, 28 വരെയുള്ള ദിവസങ്ങളിൽ കർത്താവ് ഇതെല്ലാം തുറക്കും. നീ അതിനകത്ത് ആരും വന്നില്ലെങ്കിൽ കയറി ഇരുന്നേക്കണം യേശുവിൻ്റെ നാമത്തിൽ. ഡോണ്ട് മിസ് മീ. ഞാൻ പറയുന്നത് നിനക്ക് നഷ്ടപ്പെടരുത്. അതായത് ആരും വന്നില്ലെങ്കിലും പോയില്ലെങ്കിലും, നിനക്ക് അതിൻ്റെ അകത്ത് മുടക്കാൻ പൈസ ഇല്ലെങ്കിലും, നിനക്ക് അതിൻ്റെ അകത്ത് മുടക്കാൻ ആരും നിനക്ക് തരണില്ലെങ്കിലും, എൻ്റെ ദൈവപദത്തിലെ എന്ത് പൊടിപ്പിക്കണമില്ലായപ്പോലും തടിമില്ലായപ്പോലും നീ അന്ന് കയറിയിരിക്കണം. 3 ദിവസം 26, 27, 28 തീയതികളിൽ കയറിയിരിക്കണം. ഞാൻ യേശുവിന്റെ നാമത്തിൽ അവിടെ കയറിയിരിക്കണം നീ പറയണം. എന്നിട്ട് നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് നിന്റെ കടങ്ങളെ പരിഹരിക്കുകയും നിനക്കതുകൊണ്ട് നിനക്ക് എന്താണ് ഈശോ ഈ വർഷം
അതുകൊണ്ട് നിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത്, അത് എങ്ങനെ നിന്റെ കുഞ്ഞുങ്ങൾ ജീവിക്കണമെന്ന് അതിനുള്ള വഴികൾ പരിശുദ്ധ അമ്മയുടെ കയ്യിലുണ്ട്. അത് നിനക്ക് വെളിപ്പെട്ട് കിട്ടുകയും നിന്നെ ആഭിചാരിതം നിനക്ക് ചിന്തിക്കാനാവാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കർത്താവിനോട്, കർത്താവേ എനിക്കിന്ന് ദർശനം നീ സംസാരിക്കണം, വേദനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് അവർക്ക് ആശ്വാസം കൊടുക്കാൻ നിന്റെ ആശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയണം. അത് അങ്ങനെ കിട്ടിയ സന്ദേശമാണിത്. അതുകൊണ്ട് എപ്പോഴും ഈ സന്ദേശം വർക്ക് ചെയ്യേണ്ടത് മുഴുവനും എപ്പോഴും വ്യവസായ മേഖലകളിലാണ്, ഇൻക്ലൂഡിങ് ദ ഇൻഡസ്ട്രി. അതെല്ലാം നീ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ വിട്ടുമാറാത്ത സ്ഥലങ്ങൾ, വിറ്റുപോകാത്ത സ്ഥലങ്ങൾ, എടുക്കാനുള്ള സ്ഥലങ്ങൾ, അവിടെ എല്ലാം നീ അഡ്വാൻസ് കൊടുത്തിട്ട് നിനക്ക് പണം കിട്ടാത്ത സ്ഥലങ്ങളെല്ലാം നീ 26, 27, 28 നീ അത് വിസിറ്റ് ചെയ്യണം. അതിൻ്റെ കയ്യിൽ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ രൂപം ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ഇല്ലെങ്കിൽ ഒരു ജപമാലെങ്കിലും നിന്റെ കയ്യിലുണ്ടാകണം. അതുമില്ലെങ്കിൽ കർത്താവിൻ്റെ വചനം നിന്റെ കയ്യിലുണ്ടാകണം. അതുകൊണ്ട് നീ നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കണം. കാര്യം നിന്റെ വിശ്വാസത്തിന്റെ കാണാത്ത കുരിശ്, ഉത്ഥാനത്തിന്റെ കുരിശ്, മഹത്വത്തിന്റെ കുരിശ് നീ വിശ്വാസത്തിലൂടെ നാട്ടണം. തിന്മയുടെ ശക്തികൾ, പൈശാസ്വാധീനങ്ങൾ ആ 3 ദിവസങ്ങളിൽ നിന്നെ വിട്ടൊഴിഞ്ഞു പോവുകയും കർത്താവ് നിനക്ക് സുപ്രഭാതങ്ങള്, വെളിച്ചത്തിന്റെ പ്രഭാതം നിനക്ക് കാണിച്ചു തരികയും ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ശ്രദ്ധിക്കട്ടെ. അരികിൽ വരണമേ, സാക്ഷികളാക്കി മാറ്റണമേ. അനുപ്രിയയുടെ സാക്ഷ്യങ്ങളിൽ ഒന്നാമത്തത്, അനുപ്രിയക്ക് ലോൺ കിട്ടണേ ഇല്ലായിരുന്നു. പിന്നെ എന്താ ചെയ്തിരിക്കണത്? ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ കിട്ടാത്ത സംഭവത്തിന് ഷോർട്ട് ടൈം ചെയ്തു. അതിന് പറയണ 3 മാസത്തെ പ്രോസസ്സിങ് വേണം, എനിക്ക് 1 ആഴ്ച കൊണ്ട് കാശ് കൈ കിട്ടിയെന്ന്. ഇതാണ് അമ്മ. അതായത് അതിന് പറയണ ഇതാണ്, 3 മാസത്തെ എനിക്ക് എന്നെ ആരും അടുപ്പിക്കുന്നേ ഇല്ലായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തന്നെ എല്ലാവരും ഓടിക്കുകയായിരുന്നു ബാങ്കുകാർ. പക്ഷേ ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ കൂടെ വന്നു. പിന്നെ ഉടനെ പ്രോസസ്സിങ് ആയി, ഉടനെ സാങ്ഷനായിട്ട് എൻ്റെ പ്രോസസ്സിങ് 3 മാസം എടുക്കും. പക്ഷേ 1 ആഴ്ച കൊണ്ട് കാശ് എനിക്ക് കിട്ടിയെന്ന്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പീഡാണ് സംഭവം. പക്ഷേ അനുവിൻ്റെയൊക്കെ ഒരു നിലപാടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ 33 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. ചുമ്മാ ഇല്ല, അല്ല രാവിലെ 6:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ട്. അതിന് 9 മണിക്ക് എഴുന്നേറ്റിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന കഴിയുമ്പോൾ നാളെ ചെല്ലാന്ന് പറയാം. അപ്പം നിങ്ങളുടെ കാര്യം നാളെ പോകും. വിശ്വാസം എന്തിനു വേണ്ടിയുള്ളതാണ്? ദൈവത്തില് അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ളതാണ്. കർത്താവെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള കൃപ നൽകണ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള കൃപ നൽകണ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വ്യത്യസ്തമായ 7 തടസ്സങ്ങളിൽ കർത്താവെ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, മാരക രോഗങ്ങളിൽ, വിവാഹം ഒത്തുവരാത്ത അവസ്ഥകൾ, മക്കളില്ലാത്ത അവസ്ഥകൾ, ജോലി കിട്ടാത്ത അവസ്ഥകൾ, പരീക്ഷകൾ കർത്താവ് പരാജയപ്പെടുന്ന അവസ്ഥകളിൽ, വിദേശത്ത് ജോലിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥകൾ കർത്താവ്, അങ്ങ് അതുപോലെ തന്നെ കർത്താവ് ഒരു വീട് കിട്ടാത്ത അവസ്ഥകൾ, സ്വദേശത്ത് വിദേശത്ത് വീട് കിട്ടാത്ത അവസ്ഥകൾ കർത്താവ്, ഇങ്ങനെയുള്ള എല്ലാ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തില് മാതാവിന്റെ മധ്യസ്ഥത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സമാപനാശീർവാദം മൗനമായി പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കുക.
കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവകാരുണ്യ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങളോർത്ത് പ്രാർത്ഥിക്കട്ടെ. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവര് ആ നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിനെ ആശീർവദിക്കുന്നു. തീരാരോഗത്തിൽ കഴിയുന്നവര് ഉടമ്പടിയിലും പുതുക്കി നിയോഗം സമർപ്പിക്കുന്നത് ഈശോ തൊടുന്ന വലിയ നിമിഷമാണ്. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിത രോഗികള്, ആരോഗ്യരോഗികള്, ഹൃദയ സംബന്ധമായ രോഗമുള്ളവര്, തൊഴിൽ രോഗമുള്ള എല്ലാവരിലേക്കും ദിവികാരുണ്യത്തിന്റെ ശക്തി അഭിഷേകമായി തീരുന്നു. കർത്താവ് നിന്നെ തൊടുന്നു, നിന്റെ രോഗങ്ങളെ തൊടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ഈശോയെ ആരാധന. ദിവ്യകാരുണ്യമേ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം പരിശുദ്ധ സമർപ്പിച്ച ദിവ്യകാരുണ്യമേ മക്കളെയും ഈശോയെ നന്ദി. ഈശോയെ സ്പർശിക്കണം. ഈശോയെ ആരാധന. അമ്മേ പരിശുദ്ധതയും പരിശുദ്ധ പരമമാ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടിയും അമ്മേ മധ്യസ്ഥയായിരിക്കണമേ. അമ്മേ കൃപാസന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈശോയെ ആശ്രയിക്കണമേ. വലിയ സന്തോഷത്തിന് നൽകണം. Ave